നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം നടക്കുകയാണ്. ഇതിന്റെ നേതൃനിരയിൽ കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇന്ന് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പ്രതിഷേധിക്കുകയാണ്. ഒപ്പം യുവജന സംഘടനകളും ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നു. വിദ്യാർത്ഥി സംഘടനകളുടെ പിന്തുണയും പ്രതിഷേധത്തിൽ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സമരം നടക്കുന്നത് ഡൽഹിയിലാണ്. കേന്ദ്രത്തിനെതിരെയാണ് പ്രതിഷേധം ശക്തമാക്കുന്നത് കോൺഗ്രസ്. ഡൽഹിയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് സംഘർഷത്തിലാണ് കലാശിച്ചത്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ER രാഗേഷ് ചേരുകയാണ്. രാഗേഷ്, ഇന്ന് കോൺഗ്രസ് ഡൽഹിയിൽ പ്രതിഷേധിച്ചത് BJP ഓഫീസിന് മുന്നിലായിരുന്നുവല്ലോ. എന്തായിരുന്നു ആ മാർച്ചിൽ കാണാനായത്? ഇപ്പോഴും പ്രതിഷേധ മാർച്ച് തുടരുകയാണോ? മഞ്ജുഷ, നീറ്റ് ക്രമക്കേടിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസ്. കാരണം കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ വസതിയിലേക്കാണ് മാർച്ച് നടത്തിയെങ്കിൽ ഇന്ന് BJP ഓഫീസ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്കാണ് മാർച്ച് സംഘടിപ്പിച്ചത്. ഈ മാർച്ച് പോലീസ് തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി. ഡൽഹിയിൽ മാത്രമല്ല, ലക്നൌവിലടക്കം രാജ്യത്തിന്റെ പല കേന്ദ്രങ്ങളിലും സമാനമായ രീതിയിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ്. പ്രത്യേകിച്ച് പാർലമെന്റ് സമ്മേളനം വരാനിരിക്കുന്നു. തിങ്കളാഴ്ച മുതൽ പാർലമെന്റ് സമ്മേളനം ആരംഭിക്കാനിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരമൊരു നീക്കം പ്രതിപക്ഷം, പ്രത്യേകിച്ച് അതിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് ശക്തമാക്കുന്നത്. കാരണം വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇന്ന് ഏതായാലും രാജ്യവ്യാപകമായി തന്നെ പല കേന്ദ്രങ്ങളിലും പ്രതിഷേധത്തിന് കോൺഗ്രസ് ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഡൽഹിയിലും കണ്ടത്. ഏതായാലും പ്രതിഷേധം ഇപ്പോഴും അവസാനിപ്പിക്കാൻ പ്രവർത്തകർ തയ്യാറായിട്ടില്ല. പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. പല പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ടെങ്കിൽ പോലും കൂടുതൽ പേർ അവിടേക്ക് സംഘടിച്ചെത്തുന്ന സാഹചര്യം നിലവിലുണ്ട്. ഏതായാലും മറുവശത്ത് അന്വേഷണവും ശക്തമായി തന്നെ തുടരുകയാണ്. കാരണം ബീഹാറിന് പുറമെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് UP-യിലേക്കും മഹാരാഷ്ട്രയിലേക്കും ഈ നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഒരു സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നൊരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും അന്വേഷണം ഒരു വശത്ത് വ്യാപിപ്പിക്കുമ്പോഴും മറുവശത്ത് പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുന്ന സാഹചര്യമാണ് ഏതായാലും ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷ സംഘടനകൾ, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ, ഒപ്പം യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ഈ സമരങ്ങളിൽ അണിചേരുകയാണ് എന്നുള്ള പ്രത്യേകതയും ഉണ്ട്. ഡൽഹിയിലെ ദൃശ്യങ്ങളാണ് കണ്ടത്. ലക്നൌവിലും സമാനമായ രീതിയിൽ പ്രതിഷേധം ഇന്ന് നടന്നിരുന്നു. प्रोटेस्ट कर रहे हैं जो